വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് വീണ്ടും സ്വാഗതം. AD 345 മെസൊപ്പൊട്ടേമിയയിൽ നിന്നും ന്യായത്വമ്മൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂര് ഇറങ്ങിയ ഒരു സമൂഹം ഇന്ന് വളർച്ചയിലും തനിമയിലും ഇന്ന് മറ്റ് സഭകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇന്ന് ജ്ഞാനായ സഭ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പടർന്നു പന്തലിച്ച് അതിശക്തമായ ഒരു സമൂഹമായി, ഒരു സമുദായമായി മാറിക്കഴിഞ്ഞു. അവരുടെ വിശ്വാസ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്ന അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അഭിവന്ദ്യ പിതാവെ, അങ്ങേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. തീർച്ചയായിട്ടും പിതാവ്, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തലം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സഭ ചെയ്തിട്ടുള്ള നന്മകൾ. ഇവിടെ നമുക്കറിയാം, പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ പണിത പാരമ്പര്യം നമ്മൾ കത്തോലിക്കരുടേതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടനവധി, ഇപ്പം ഞാൻ പറഞ്ഞു, പാലങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ സഭ ചെയ്തിട്ടുള്ള നന്മകൾ. ഇവിടെ ഇന്ത്യയിൽ 2% മാത്രം വരുന്ന കത്തോലിക്ക സഭ ക്രിസ്ത്യാനികൾ, അവരാണ് ഇവിടുത്തെ അഗതി മന്ദിരങ്ങളിൽ മഹാഭൂരിപക്ഷവും നടത്തുന്നത്. അതിൽ തന്നെ മഹാഭൂരിപക്ഷം നടത്തുന്നതും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. പിതാവ്, ഇത്തരം ചരിത്രങ്ങൾ, ഇത്തരം ത്രസിപ്പിക്കുന്ന ചരിത്രങ്ങൾ, വിശ്വാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ചരിത്രങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, വേദപാഠ പുസ്തകങ്ങൾ ഉപപാഠ പുസ്തകങ്ങളായി പറഞ്ഞു കൊടുക്കുവാൻ തീർച്ചയായും കാലം വൈകിപ്പോയി. ക്രൈസ്തവ സമൂഹം കാലാകാലങ്ങളിൽ ചെയ്ത സംഭാവനകൾ ഉണ്ട്. അതാര് തമസ്കരിച്ചാലും തമസ്കരിക്കപ്പെടുകയില്ല. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ നന്മകൾ അനേകം പേര് ഉൾക്കൊണ്ടിട്ടുണ്ട്. ചിലർ ബോധപൂർവമായിട്ടത് തിരസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത സ്ഥാപനങ്ങളിലൂടെ, മറ്റു വിധത്തിൽ സാമൂഹ്യ സേവനത്തിലൂടെ, ആശുപത്രികളിലൂടെ ഒക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങളെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇന്ന് നിലനിൽക്കും, അതിനൊന്ന് പ്രസക്തിയുണ്ട്, നിലനിൽക്കുകയും ചെയ്യും. അത് നമ്മൾ മാത്രമല്ലല്ലോ പറയുന്നത്, മറ്റുള്ളവരും ചില സമയങ്ങളിൽ ചിലർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഈ കുട്ടികൾക്ക് മലയാള വിദ്യാഭ്യാസം, അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഉച്ചക്കഞ്ഞി, ഇതെല്ലാം ആരംഭിച്ച് ശരിക്കും ഒരു സാംസ്കാരിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ശരിക്കും ചാവറയച്ചനാണ്. അതെ. പക്ഷേ അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നത് ഒരു സാമുദായിക നേതാവ് എന്ന നിലയിലാണ് മറ്റുള്ള ഗവൺമെൻറ് മേഖലയിലൊക്കെ അറിയപ്പെടുന്നത്. പിതാവ്, ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ ശരിക്കും ചരിത്രം, നമ്മളിപ്പോൾ നിൻ്റെ വലതുകൈ ചെയ്യുന്ന ഇടതുകൈ അറിയണ്ട എന്ന് പറയുന്ന ഒരു സമുദായമാണ് നമ്മുടേത്. എന്നിരിക്കലും ഈ ഒരു ചരിത്രം നമ്മൾ പറയേണ്ടതല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക, ചരിത്രത്തെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, അത് പങ്കുവയ്ക്കുക. മറിച്ചൊന്ന് ഈ ചരിത്രം പഠിച്ചിട്ട് അത് നമ്മൾ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണല്ലോ പുസ്തക രൂപത്തിലൊക്കെ വരുന്ന ഒരു കാര്യം, ഡോക്യുമെൻ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഡോക്യുമെൻറ്റുകൾ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചരിത്രത്തിലുള്ള പല പുസ്തകങ്ങളുണ്ട്. അത് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, പുതിയ പുസ്തകങ്ങളുണ്ടാകുക, പുതിയ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവുക, അത് ഡിസമിനേറ്റ് ചെയ്യുക, അത് സാധാരണ ആളുകളിലേക്ക് എത്തിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ പലതുണ്ട്. ഒന്ന്, നമ്മുടെ കൈപ്പുസ്തകങ്ങളായിട്ട് കൊടുക്കുക, നമ്മുടെ ആളുകളെ ബോധിപ്പിക്കുക, പിന്നെ ആർട്ടിക്കിൾ എഴുതുക, പുസ്തകങ്ങൾ രചിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്ത സംഭാവനകൾ ജനത്തെ എത്തിക്കാനായിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ ഏറ്റവും വലിയ പുസ്തകമാണല്ലോ. തീർച്ചയായിട്ടും ഒരു സ്ഥാപനം, ഒരു കോളേജ്, ഒരു സ്കൂള്, ഒരു ആശുപത്രി, ഒരു ആതുരാലയം, അത് വലിയ ഡോക്യുമെന്റ് ആണ്. അത് ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണല്ലോ, ജീവിക്കുന്ന ഒരു അടയാളമാണല്ലോ. അത് ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കുക. അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ വരും. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സഭാത്മകമായിട്ടുള്ള ശുശ്രൂഷ അവിടെ നിന്ന് നമ്മൾ, അതുകൊണ്ട് തന്നെയാവാം നമ്മൾ ചരിത്രം സൃഷ്ടിക്കുന്നു, പക്ഷെ നമ്മൾ ചരിത്രം രചിക്കുന്നില്ല. നമ്മൾ രചിക്കുകയും വേണം. രചിക്കുകയും കാലത്തിനനുസരിച്ച് നമ്മൾ രചിക്കുകയും ചെയ്യുക, അത് ആളുകളെ അറിയിക്കുകയും ചെയ്യും. തീർച്ചയായും നമ്മുടെ യുവതലമുറയിലേക്ക്, മക്കളിലേക്ക് ഒക്കെ പകർന്നു കൊടുക്കുമ്പോൾ ആ പാരമ്പര്യം, എനിക്ക് തോന്നുന്നു, സഭയെക്കുറിച്ചുള്ള, സമുദായത്തെക്കുറിച്ചുള്ള അവരുടെ തീഷ്ണതയും വർദ്ധിക്കാൻ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് KCBC ഇപ്പോൾ അവിടെ വയനാട്ടിൽ ഉണ്ടായിരുന്ന ദുരന്തത്തിൽ നമ്മൾ തന്നെ നേതൃത്വം കൊടുത്ത് 100 വീടുകൾ പണിയാനുള്ള സാമ്പത്തിക സമാഹരണം നമ്മൾ നടത്തി. അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വളരെ നന്നായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെല്ലാവരും സഹകരിച്ചില്ലേ. ഒരു പൊതുസമൂഹത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യം അത് കൊറോണ കാലത്തും പ്രളയകാലത്തും ഇപ്പോൾ വയനാട് ദുരന്ത കാലത്തും ഒക്കെ അഭിവന്ദ്യ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ സഭാവിശ്വാസികൾ കൃത്യമായി അതിൽ ഇടപെട്ടു എന്നുള്ളത് വലിയ വലിയ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും ആ, പണ്ടൊക്കെ നമ്മൾ സംവരണം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സമുദായം തന്നെയാണ് നമ്മളിത്. പക്ഷേ ഇന്ന് യഥാർത്ഥ സ്ഥിതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം പോയ ഒരു സമുദായമായി നമ്മൾ മാറിക്കഴിഞ്ഞു. അത് പല അർത്ഥത്തിലും വിദ്യാഭ്യാസ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും നമ്മൾ പിന്നോക്കം പോയി കഴിഞ്ഞു. ഇതിൻ്റെ പിന്നോക്കാവസ്ഥ തിരിച്ചറിയുന്നതിനാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ച് പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിൽ വരുത്താത്തതിൽ തീർച്ചയായും ക്രൈസ്തവർക്ക് വേദനയുണ്ട്. അത് വൈകിക്കുന്നതിനുള്ള കാരണങ്ങൾ വൈകുന്നതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം? അല്ല, അതിൻ്റെ കാരണങ്ങൾ എന്തായതിനെക്കുറിച്ച് എന്നതിനപ്പുറത്ത് ഈ JB കോശി കമ്മീഷൻ വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുകയും നമ്മുടെ റിപ്പോർട്ടുകൾ നമ്മൾ ഈ കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ പലതും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല, ജനങ്ങളിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശങ്ക. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ബന്ധപ്പെട്ടവരോട് ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയുടെ അടുക്കലൊക്കെ നമ്മൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. താമസിയാതെ അത് പ്രസിദ്ധീകരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് പല കമ്മിറ്റികളിലൂടെ വിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന അറിവ്. തീർച്ചയായിട്ടും അതിനകത്ത് ചില നമ്മളെ സംബന്ധിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സാമൂഹ്യമായിട്ട് നമ്മുടെ വളർച്ച ഏതെല്ലാം മേഖലയിൽ വളർച്ച ഉണ്ടാവേണ്ടതുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സത്വരമായ നടപടികൾ ഉണ്ടാവണം, മുതലായ കാര്യങ്ങളെല്ലാമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. അതിനുള്ള സ്വാധീനം നമ്മൾ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ആ സമൂഹം വളരേണ്ടതിന് അത് ഈ സമൂഹത്തിനും പൊതുസമൂഹത്തിനും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ സമൂഹങ്ങളും മുഖ്യധാരയിലേക്ക് വരേണ്ടതാണ്. എല്ലാ വിധത്തിലും എല്ലാ സമൂഹങ്ങളും മുഖ്യധാരയിലേക്ക് വരേണ്ടതാണ്. ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണം. അവരും മുന്നോട്ട് വരേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങളിലൂടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനാരും ഭയപ്പെടേണ്ടതില്ല. കാരണം ആരുടെയും പിന്നോക്കാവസ്ഥയ്ക്ക് സഭ എതിരല്ല. നമുക്കെന്തെങ്കിലും പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഒരു സമുദായം തന്നെയാണ്, സമൂഹം തന്നെയാണ് നമ്മുടേത്. അവിടെ തീർച്ചയായും ജസ്റ്റിസ് കോശി കമ്മീഷൻ്റെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ അതിനുള്ള എല്ലാ ചർച്ചകളും നടത്തിയിട്ടുണ്ട്. നമ്മളവിടെ പോയി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെടണം. അത് പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അത് താമസം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. പിതാവേ, ഇന്ന് മലയോര മേഖലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. ഇപ്പോൾ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം അവരുടെ കൃഷിയിൽ നിന്ന് അവരെ അകറ്റുന്നു. കൃത്യമായ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നതിന് തടസ്സമായിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി ഇന്ന് വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. അവരുടെ കൃഷിയിടത്തിൽ വന്ന് അവരെ കാട്ടുപന്നിയും അതുപോലെ കാട്ടാനയും ആക്രമിക്കുന്നു. ആ ആക്രമണങ്ങളിൽ അവർ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. പലരും ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു തൊഴിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് അനാരോഗ്യം അവരെ ബാധിക്കുന്നു. അല്ലെങ്കിൽ കൃഷി വിളവെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിൽ ആനയോ കാട്ടുപന്നിയോ എന്ന് കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു. വലിയ ഒരു സങ്കടകരമായ അവസ്ഥയിലല്ലേ ഇന്നത്തെ കർഷകർ കടന്നു പോകും. നമ്മൾ മലബാറിലേക്ക് കുടിയേറിയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നല്ലോ. ആ ഒരു പ്രതീക്ഷയും വിശ്വാസവും കഠിനാധ്വാനവും ഒക്കെ മുതൽക്കൂട്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭൂമിയിൽ കൃഷി ചെയ്ത് ഈ ഭൂമിയെ വളരെയേറെ മെച്ചപ്പെടുത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും, എല്ലാ കർഷകരും. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോൾ സമയത്ത് നല്ല വില കിട്ടുന്നില്ല അവർ ചെയ്യുന്ന വിളകൾക്ക്. ഗവൺമെൻറ്റിൽ നിന്നുള്ള കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ കാലതാമസം വരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൃഷി ചെയ്ത് ജീവിക്കാമെന്നുള്ളൊരു സ്ഥിതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്ന ഹൈറേഞ്ചിലും അതുപോലെ തന്നെ ഇവിടെ മലയോര മേഖലയിലും മലബാറിലൊക്കെ ഉള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന എന്താണ്, കൃഷിയിൽ നിന്ന് ഉണ്ടായിരുന്ന ആളുകൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച കർഷകരൊക്കെ സാവധാനം പിൻവാങ്ങുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാരണങ്ങളാണ്. ഇനി ഇത് എന്താണ് പ്രതിവിധി എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച്
ഇവിടെ മലനാട്, ഇടനാട്, തീരപ്രദേശം, ഒരു ഭാഗം മുഴുവനും കടൽ, പിന്നെയുള്ള പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും ജനങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ വനമേഖല. ആ വനം എന്ന് പറയുന്നത് ഇത്രയാണ് വനമേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ നിന്ന് പെറ്റുപെരുകി വന്യമൃഗങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് അവർ വരുന്നു. കൃഷി നശിപ്പിച്ചു കളയുന്നു. നമുക്ക് ജീവിക്കാൻ മാർഗമില്ലാതായിട്ട് വരുന്നു. കൃഷി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, മനുഷ്യജീവന് ഭീഷണിയായിട്ട് തരുന്നു. ലോകത്ത് ഒരു രാജ്യത്തും നടക്കാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളിലും മൃഗങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, വന്യമൃഗങ്ങൾ. ഓസ്ട്രേലിയയിൽ കങ്കാരുവിന് പോലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതായത് അവർ അതിൻ്റെ ഭൂപ്രദേശം കണക്കാക്കിയിട്ടുണ്ട്. വനത്തിനെ കുറിച്ച് അവർക്ക് ഇത്ര വിസ്തൃതിയുള്ള വനത്തിൽ ഇത്ര മൃഗങ്ങൾ എന്നുള്ള കണക്കുണ്ട്. അത് പാടുള്ളൂ, അതിൽ കൂടെ പാടില്ല. അതിൻ്റെ ആവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കണക്കെടുപ്പുകൾ നമ്മൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ എത്ര മൃഗങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അവർ ഈ വന്യമൃഗങ്ങൾ മനുഷ്യരുടെ കൃഷിഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും, അതെ, ഈ നഷ്ടം എന്നതിനേക്കാൾ മനുഷ്യജീവൻ്റെ വില അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് നമ്മളൊരു വലിയ വിഷയമായിട്ട് എടുക്കുന്നേയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ മറ്റ് രാജ്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരിതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ആ വിധത്തിൽ ശാസ്ത്രീയമായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. വന്യമൃഗങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. വനം വേണ്ട നമ്മളാരും പറയുന്നില്ല, വന്യമൃഗങ്ങൾ വേണ്ട എന്ന് നമ്മളാരും പറയുന്നില്ല. മറിച്ച് ഈ വന്യമൃഗങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്, അതിൻ്റെ എണ്ണം എടുക്കേണ്ടതുണ്ട്. ഇനി എണ്ണം പെറ്റുപെരുകിയാൽ തീർച്ചയായിട്ടും അതിന് മറ്റു ക്രമീകരണങ്ങളുണ്ടല്ലോ അവരെ നിയന്ത്രിക്കാൻ. അവരെ വെടിവെച്ച് കൊല്ലുക, ലൈസൻസ് കൊടുക്കുക, ചില സമയങ്ങൾ ക്രമീകരിക്കുക, ചിലർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുക. ഇതെല്ലാം രീതിയിലാണ് വിദേശ രാജ്യങ്ങൾ എല്ലാം തന്നെ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യൻ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ ജീവൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനെ കാണുന്നത്. നമ്മൾ വന്യമൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളാണ് കുറച്ചുകൂടി ഇവിടെ ജീവിക്കേണ്ടത് എന്ന ചിന്തയിലാണ് നമ്മൾ തീരുമാനങ്ങൾ. മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രിയുണ്ട്, ഒരു വകുപ്പുണ്ട്. പക്ഷെ മനുഷ്യർക്ക് വരുന്ന ഇത്തരം പ്രതിസന്ധികൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല. മനുഷ്യർക്ക് മന്ത്രിയില്ല മനുഷ്യർക്ക് മാത്രമായിട്ട് മന്ത്രിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വന്യമൃഗങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഒരു കാര്യം. അത് നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ എന്നും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് മറ്റ് രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് പഠനം നടത്തി എല്ലാ വനങ്ങളുടെയും വന്യമൃഗങ്ങളുടെ എന്തുമാത്രമാകാം, ഏതെല്ലാം വന്യമൃഗങ്ങൾ എന്തുമാത്രമാകാമെന്ന് ശാസ്ത്രീയമായിട്ടുള്ള കണക്കിലെടുക്കുക. രണ്ടാമത്തെ കാര്യം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രോത്സാഹനം കൊടുക്കുക. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കൃഷിക്കാർക്ക് സബ്സിഡി കൊടുത്തും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമാണ് കൃഷിയെ നിലനിർത്തിയിരിക്കുന്നത്. ആ ഒരു പ്രോത്സാഹനം നമുക്ക് പല സംവിധാനങ്ങളുണ്ടെങ്കിലും കാര്യക്ഷമമായി നല്ല രീതിയിൽ ഇനിയും കർഷകർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നമുക്ക് കൃഷിഭവനുണ്ട്, നമുക്ക് കാർഷിക കോളേജുകളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കർഷകരെ സഹായിക്കാനായിട്ടാണ്. കർഷകരെ മാത്രമല്ല, രാജ്യത്തെ സഹായിക്കാൻ. തീർച്ചയായിട്ടും കർഷകർ കൃഷി ചെയ്താലല്ലാതെ ഉള്ളൂ സുസ്ഥിരമായ നിലനിൽപ്പ് നമുക്കെല്ലാവർക്കും ഭക്ഷിക്കാനുണ്ടോ എന്തെങ്കിലും കിട്ടുകയുള്ളൂ, അവരിലൂടെയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ സമൂഹത്തെ നിലനിർത്തുന്ന, കൃഷി എന്ന് പറയുന്ന സമൂഹത്തെ നിലനിർത്തുന്ന ഘടകമാണ്. അതിന് പ്രോത്സാഹനം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോരാ, ഇനിയും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക, കർഷകർക്ക് കൂടുതൽ അറിവ് കൊടുക്കുക, അവർക്ക് സബ്സിഡികൾ കൊടുക്കുക, ഇൻഷുറൻസുകൾ ഏർപ്പെടുത്തുക, അത് സമയത്ത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായി ഗവൺമെൻറ് ചിന്തിക്കണം, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചിന്തിക്കണം, കർഷകരിലേക്ക് അത് എത്തിക്കണം. ഇനി കർഷകർ കുറച്ചുകൂടി കൂട്ടുകൃഷിയിലേക്ക്, ഒറ്റയ്ക്കുള്ള കൃഷി എന്നതിനേക്കാൾ കൂട്ടുകൃഷിയിലേക്ക് സംഘാതമായിട്ട് വരിക, അത് മെക്കനൈസ്ഡ് ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൃഷി അത് കൃഷകർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളല്ല. ഏതാണ് ഉൽപ്പന്നം കൂടുതൽ മാർക്കറ്റിൽ ആവശ്യമുള്ള മാർക്കറ്റിങ്ങിൽ ഗവൺമെന്റ് സഹായിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടാവുക, അങ്ങനെ ഇത് സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുക, അങ്ങനെ മാർക്കറ്റുകൾ വിപുലമാക്കുക, നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പ്രോത്സാഹനവും പരിശീലനവും. ഇവിടെ നമുക്കൊരു ഇടപെടൽ നടത്താൻ കഴിയും ഇത്. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ മലയോരത്ത് നമ്മുടെ ഇടവകയോടുള്ള പലരുടെയും സ്ഥലങ്ങൾ, പലതരം കൃഷികളാണ് നടത്തുക. അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പള്ളിക്കൊക്കെ ധാരാളം സ്ഥലമുള്ള സ്ഥലം, അപ്പോൾ ഒരുമിപ്പിച്ചുകൊണ്ട് കൂട്ടായ ഒരു കൃഷി. അപ്പോൾ അതിന് ഗവൺമെൻറ് സബ്സിഡി കിട്ടും, നബാർഡിൻ്റെ സബ്സിഡി കിട്ടും.
ഫണ്ടുകൾ കിട്ടും, കൃഷി ചെയ്യാനുള്ള ഫണ്ടുകൾ കിട്ടും. 80% സബ്സിഡിയോട് കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു പരിശ്രമങ്ങളോട് നമുക്ക് ഇനി ഒരു പക്ഷേ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഗവൺമെൻറ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അതെ സഭ കൂടി മുന്നോട്ട് നമുക്ക് വരാനായിട്ട് പറ്റും. കാരണം നമുക്ക് പല ആളുകൾക്ക് സ്ഥലമുണ്ട്, പള്ളിക്ക് സ്ഥലമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി ശാസ്ത്രീയമായും മറ്റ് നാട്ടറിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടും അതുപോലെ തന്നെ മെക്കനൈസ്ഡ് ആയിട്ടും ഒക്കെ കൃഷി നമ്മൾ നടത്തുക. അതിൻ്റെ ഉൽപാദന രീതി, വിപണന രീതികൾ ആധുനികവൽക്കരിക്കേണ്ടതിരിക്കുന്നു. അങ്ങനെയുള്ള രീതികൾ അവലംബിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഉൽപ്പന്നങ്ങളായി ഇപ്പം വാഴയ്ക്കായി വിൽക്കാതെ ചിപ്സായും അതിന്റെ മറ്റ് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളായി വിൽക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മളിപ്പോൾ വാഴ ഉണ്ടാകുന്നു, വാഴപ്പഴം ഉണ്ടാകുന്നു, അതം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷി തീർക്കാനായിട്ട് ആളില്ലാത്തൊരവസ്ഥ വരുന്നു. അതിനപ്പുറത്ത് അങ്ങനെ ഉണ്ടാകുന്ന അവസരത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും മാർക്കറ്റിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. തീർച്ചയായും. അതുപോലെ തന്നെ പിതാവെ, വലിയൊരു കർഷകർ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ESA പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ള ഒരു വലിയ ഭീഷണി. സത്യത്തിൽ ഇന്ന് ESAയുടെ വില്ലേജുകളുടെ അതിർത്തികളല്ലാണ്ട് ഇന്ന സ്ഥലമാണ് എന്ന് കൃത്യമായി ഇതുവരെ കർഷകരോട് പറയപ്പെട്ടിട്ടില്ല. ആ പ്രദേശത്ത് ജീവിക്കുന്നതിന് തന്നെ തടസ്സമായിരിക്കുകയാണ്. വലിയ ഭയത്തോടെയാണ് അവർ ജീവിക്കുന്നത്. ഇനി എന്താകും അവരുടെ സ്ഥിതി? തീർച്ചയായിട്ടും സഭ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ കർഷകരോടൊപ്പം നിന്നിട്ടുണ്ട്. കർഷകർക്ക് പക്ഷം ചേർന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. എങ്കിലും ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ പിതാവെ കൂടുതലായി ഉള്ള ഇടപെടലുകൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ജോർജ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കർഷകരോടൊപ്പമാണ് സഭയെന്നും. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അതൊക്കെ കൃത്യമായി നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. അത് ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. കാരണം അതൊക്കെ ജനപ്രതിനിധികളോടുമായിട്ട് സംസാരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളെ ഉള്ളിത്. അതേസമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ മൃഗങ്ങളുടെ എണ്ണം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല. മൃഗങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്, മനുഷ്യനെ ജീവിക്കേണ്ടതുണ്ട്. മൃഗങ്ങൾ കാട്ടിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാനായിട്ട് മനുഷ്യൻ്റെ ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതായത് മനുഷ്യനെ നശിപ്പിക്കാൻ പാടില്ല, മനുഷ്യൻ്റെ ജീവന് ഭീഷണി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പരിസ്ഥിതിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവൻ പ്രധാനപ്പെട്ടതാണ്, അത് സംരക്ഷിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി നിയമത്തെ നോക്കിക്കാണുക, നിയമങ്ങൾ നടപ്പാക്കുക. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ശ്രമം ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കപ്പെടും. നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. ഈ ഒരു തുറവിയോടുകൂടി മനുഷ്യൻ ജീവിതം പ്രധാനപ്പെട്ടതാണ്. ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മൾ കൂടി ഉൾപ്പെടുന്ന ഈ പ്രകൃതിയാണല്ലോ. ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആരാണ്? കൂടുതൽ ഉത്തരവാദിത്തം മനുഷ്യനുള്ളതാണ്. ഈ കർഷകരെല്ലാവരും ഈ പ്രകൃതിയെ നിലനിർത്തിയവരാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിയവരാണ് കർഷകർ. ഈ കർഷകൻ ഈ പശുവിനെ വളർത്തുന്നതോ അല്ലെങ്കിൽ ഒരു കപ്പക്കൂടം കുത്തുന്നതോ ഒന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾക്കൊന്നും കാരണം. അതല്ല കാരണമല്ലല്ലോ. പക്ഷേ ഈ ഓരോ പ്രകൃതി ദുരന്തം വരുമ്പോഴും പാവപ്പെട്ട കർഷകരെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്തരം ചില പരിസ്ഥിതി സംരക്ഷകരെന്ന അഭിമാനിക്കുന്നവർ അവർ പട്ടണങ്ങളിലിരുന്ന് അവർ ചെയ്യുന്ന പരിസ്ഥിതി ദ്രോഹങ്ങളൊന്നും പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് ഈ പാവപ്പെട്ട കർഷകർ 2 കപ്പത്തണ്ട് നട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം നമ്മളെല്ലാം ഈ മേഖലയിലേക്ക് വന്നത് നിയമാനുസൃതമായിട്ട് തന്നെയാണ്. നിയമാനുസൃതം, നമ്മളൊന്നും കുടിയേറ്റക്കാര ഒന്നുമല്ലല്ലോ. നമ്മളിവിടെ നിയമാനുസൃതമായി ഇവിടെ വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്യരായിട്ടുള്ളവരൊന്നും പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കൂടി ഈ പ്രകൃതിയെയും ഈ പ്രദേശത്തെയും പരിരക്ഷിക്കുകയും വളർത്തുകയും ചെയ്തവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ആ കർഷകരുടെ മക്കളാണല്ലോ നമ്മൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ നാടിനെ വളർത്തിയവരെന്ന നിലയിൽ, നിലനിർത്തിയവരെന്ന നിലയിൽ നമുക്കുടെ ഉത്തരവാദിത്വം നമ്മൾ ഇന്നും നിർവഹിക്കുന്നു, നാളെയും നിർവഹിക്കും. അല്ലാതെ നമ്മൾ കൃഷി ചെയ്യുന്നു, അത് പരിസ്ഥിതിക്ക് ദോഷം എങ്ങനെയാകാനാണ്? നമ്മൾ കന്നുകാലികളെ വളർത്തുന്നു, അത് പരിസ്ഥിതിക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കർഷകരെല്ലാവരും ഇന്നലകളിൽ ജീവിച്ചത്, ഇന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, നാളെയും നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നവരല്ല, പരിസ്ഥിതിക്ക് എതിരുമല്ല എന്നുള്ളതാണ് സത്യം.
പിതാവ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് EWS സർട്ടിഫിക്കറ്റ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള സർട്ടിഫിക്കറ്റ്. അത് വളരെ ഏറെ ഗുണകരമായിട്ടുള്ള, ഇനി വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ജോലി നേടുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് വളരെ വിലപ്പെട്ട ഒരു രേഖയായി തന്നെ അത് മാറിക്കഴിഞ്ഞു. പിതാവ് അതിൽ ചില ന്യൂനതകൾ അത് സർക്കാരിൻ സമക്ഷം എത്തിക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ അർഹതപ്പെട്ട പലർക്കും അതിൻ്റെ അകത്ത് ഇതിൻ്റെ ചില ക്ലോസുകൾക്കുള്ളത് കൊണ്ട് തന്നെ അർഹതപ്പെട്ട പലർക്കും ഇത് ലഭിക്കുന്നില്ല എന്ന് പരാതി ഉയർന്നു കഴിഞ്ഞു. ഇതിനായിട്ട് നമ്മുടെ സീറോ മലബാർ ബിഷപ്പ്മാരുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അഭിവന്ദ്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും കർമ്മ പദ്ധതികൾ സീറോ മലബാർ സഭയുടെ കീഴിൽ പബ്ലിക് റിലേഷൻസ് കമ്മിറ്റി അതുമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട്. EWS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് കുറേ കൂടി ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് ഇടവകൾ തോറും അല്ലെങ്കിൽ നമ്മൾ സംഘടന തോറും അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ബോധവൽക്കരണം ഇനിയും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതുവഴിയുള്ള തടസ്സങ്ങൾ നമുക്ക് നീക്കാൻ കഴിയില്ല. അതിന് ബന്ധപ്പെട്ട വകുപ്പുകളാണ് അല്ലെങ്കിൽ മന്ത്രിമാരാണ് ഇടപെടൽ നടത്തേണ്ടത്, പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് ആ ലെവലിലുള്ള ചർച്ചകൾ നടക്കുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആളുകൾക്ക് ഇത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, അതിൻ്റെ തടസ്സങ്ങൾ നീക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ പിതാവേ, നമുക്ക് അറിയാം ജ്ഞാനായ പാരമ്പര്യം അല്ലെ ജ്ഞാനായ കൾച്ചർ, അതാണ് ശരിക്കും ജ്ഞാനായ മക്കളെ ജ്ഞാനായ സഭയുമായിട്ട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെവിടെ പോയാലും ഞാനൊരു ജ്ഞാനായ മകനാണ് മകളാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നതിന് സാക്ഷികളായിട്ടുണ്ട് ഞങ്ങളൊക്കെ. പിതാവ്, എങ്ങനെയാണ് ഈ ജ്ഞാനായ പാരമ്പര്യത്തിലുള്ള ഇത്തരം കൾച്ചറുകൾ, ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറുകൾ അങ്ങേക്ക് തോന്നുന്നത് സാംസ്കാരിക മേഖലയിൽ? ഈ 1911 ഒരു വികാരിയത്ത് അനുവദിച്ച് കിട്ടുമ്പോൾ ഇത് തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടിയാണ് ഈ വികാരിയത്ത് അനുവദിച്ച് കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ രൂപതയ്ക്ക് ഒരു പ്രസക്തിയില്ലല്ലോ. ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി, ജ്ഞാനായക്കാർക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഒരു രൂപതയാണ് കോട്ടയം രൂപത. അതിന്ന് കോട്ടയം അതിരൂപതയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്, തെക്കുംഭാഗ വിഭാഗത്തിന് വേണ്ടിയാണ് സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക സമുദായമായിട്ട് നിലനിൽക്കുന്നു. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിമാനിക്കുന്നു. അപ്പോൾ അതിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്വവംശ വിവാഹ നിഷ്ഠ എന്നുള്ളതാണ്. ഞങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന ചില സവിശേഷതകളുണ്ട്. നേരത്തെ ജോർജ് സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതുപോലെ തന്നെ ആതിഥ്യ മര്യാദ, അതിഥി സൽക്കാരം, പൂർവികർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും പൂർവികർക്ക് ഞങ്ങളുടെ ചടങ്ങുകളിൽ കൊടുക്കുന്ന പ്രാധാന്യം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, വൈദികരോട്, ഇടവകയിലെ ഞങ്ങളുടെ വൈദികരോടും ഒക്കെയുള്ള ബന്ധങ്ങൾ, ഒരു കുടുംബമായിട്ട് ഉള്ള ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഒന്നിച്ചു കൂടുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഞങ്ങളുടെ പാട്ടുകളും ആചാരങ്ങളും വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും ഞങ്ങൾക്ക് ലഭിച്ച 72 പദവികളും അതിൻ്റെ ചരിത്രവും, അത് ഞങ്ങൾ എവിടെയായിരുന്നാലും അതൊരു ആഘോഷമായി, ചരിത്രമായി ഞങ്ങൾ മറ്റുള്ളവർക്ക്, ഞങ്ങളുടെ കുട്ടികൾക്ക് എന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അതിലൂടെ വളർത്തുന്നു. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നു. ഇടവക ഈ രീതിയിൽ തെക്കും ഭാഗ സമുദായക്കാർക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ അത് പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നു. ഇതൊക്കെയാണ് ഞങ്ങളെ നിലനിർത്തുന്ന പ്രത്യേകത. അത് കുട്ടികൾ ആ രീതിയിലാണ്, യുവജനങ്ങൾ അതിൽ സന്തോഷിക്കുന്നു, ഞങ്ങളതിൽ അഭിമാനിക്കുന്നു. ഈ ആഘോഷങ്ങൾ കൂടുതലുള്ള ഒരു സമുദായമാണ് എന്ന് പറഞ്ഞാൽ, ആഘോഷങ്ങൾ കൂടുതലായിട്ടുണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണങ്ങളിലൊന്ന്, മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് വിവാഹത്തോടനുബന്ധിച്ച് വളരെയേറെ ചടങ്ങുകളുണ്ട്. അപ്പോൾ അത് നിലനിർമ്മിക്കുന്നു, നടവിളിക്കുന്നു, അത് കച്ച തഴുകുന്നു, പുരാതന പാട്ടുകൾ പാടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗം. അമ്മാവന്മാർക്ക് അവർക്ക് റോളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മുതിർന്നവർക്ക് കൂടുതൽ റോള് ഇതിനകത്ത് എല്ലാ ചടങ്ങുകളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ സമുദായത്തോടുള്ള വലിയ ഒരു തീഷ്ണത ഉണ്ടാവാം. ഇപ്പോൾ ജ്ഞാനായ സംരക്ഷണ സമിതികളൊക്കെ പോലെയുള്ളവർ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സുഗമമായ യാത്രയ്ക്ക് അവർ വളരെ 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 സ്വാഭാവികമായും അവർ സഭയോടൊത്ത് തന്നെ ചേരുന്നു, അവർ സഭയോടൊപ്പം നിൽക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നത് സുഗമമായ ഒരു ഒഴുക്കിന് തടസ്സമായിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ഒരു തീവ്രമായി ചിന്തിക്കുന്ന എല്ലാ രൂപതകളിലും ഉണ്ടാകും. അതെ. അതായത് എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടാകും. അതെ. ഒരു തീവ്രമായ, അതായത് അവർക്ക് ഇതിനോടുള്ള എതിർപ്പ് കൊണ്ടെന്നല്ല, അല്ല. അതിനേക്കാൾ കൂടുതൽ അമിതമായ സ്നേഹം തീഷ്ണത കൊണ്ടാണ്. തീഷ്ണത കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ഇതിങ്ങനെ പാടുള്ളൂ, ഇതിങ്ങനെ എന്നും സംരക്ഷിക്കപ്പെടണം, ഈ രീതിയിൽ എല്ലാവരും ചിന്തിക്കണം എന്നുള്ള ഒരു തീവ്രമായ സ്വഭാവം, അത് ഇതിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ കഴിയുന്നിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, അവരുമായിട്ട് ഡയലോഗുകൾ നടത്താറുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. ചിലപ്പോൾ ഒരു തടസ്സങ്ങളുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ ആ തടസ്സങ്ങളായിട്ട് നമ്മൾ കാണാതെ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന വഴികൾ, അല്ലാതെ പറ്റാത്ത വഴികൾ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് പോകാൻ പറ്റുന്ന വഴികൾ ചരിത്രം നോക്കിക്കൊണ്ട് നമ്മുടെ സാധ്യതകളെല്ലാം സഭാത്മകമാക്കിക്കൊണ്ട് നിയമപരമായിട്ട് നിയമ സംവിധാനങ്ങളിലൂടെ സഭാ സംവിധാനങ്ങളിലൂടെ ഞങ്ങൾ ഈ സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകാനായിട്ട് പരിശ്രമിക്കുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പിതാവേ, നമുക്കറിയാം ഇപ്പോൾ പിതാവ് ഇൻ്റർനെറ്റ് മിഷൻ്റെ ചെയർമാൻ കൂടിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ സമുദായ വിരുദ്ധമായ സഭാവിരുദ്ധമായിട്ടുള്ള ഒട്ടനവധി പോസ്റ്റുകൾ, അത് പിന്നെ പ്രളയകാലത്തായാലും എല്ലാ കാലങ്ങളിലും സഭയെ ബോധപൂർവമായി സഭയുടെ നന്മകളെ തമസ്കരിക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ഒരു ബോധപൂർവമായ ഇത്തരം പരിശ്രമങ്ങൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതുപോലെയുള്ള ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്വാധീനം വളരെയേറെ നെഗറ്റീവായിട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയ മാത്രമല്ലല്ലോ, നമ്മുടെ സംസാരത്തിലും ഒക്കെ കൂടുതൽ നെഗറ്റീവിസം ഉണ്ടാകുന്നു. നെഗറ്റീവിസം കൂടുതലുണ്ടാകുമ്പോൾ അത് ഈ അന്തരീക്ഷത്തിൽ പോലും ബാധിച്ച് നമ്മളെ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നമ്മളും ചിന്തിച്ചു പോകുന്നു, ചെയ്തു പോകുന്നു. അങ്ങനെയുള്ളൊരു നെഗറ്റീവിസം എല്ലായിടത്തും കാണുന്നു. അപ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കതിനെന്താണ് പരിഹാരം? അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രോ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കെതിരായിട്ടുള്ളൊരു കാര്യങ്ങൾ, അസത്യമായിട്ടുള്ളൊരു കാര്യങ്ങളാണെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ശരിയാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, സത്യം ചെരുപ്പിടാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അസത്യം ലോകം മുഴുവൻ സഞ്ചരിച്ചിരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പ്രചരണം നടക്കുമ്പോൾ അസത്യമായിട്ടുള്ള പ്രചരണങ്ങൾ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ സഭയ്ക്കെതിരായിട്ടൊക്കെ വരുമ്പോൾ പ്രോ ആക്റ്റീവായിട്ട് സഭയിലൂടെ ചെയ്യേണ്ട ഒരു കാര്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുക. അതിനകത്ത് ചിലപ്പോൾ അധിക വ്യൂവേഴ്സ് കാണാൻ നിർബന്ധമില്ല, പക്ഷേ അത് അവിടെ ഉണ്ടാവുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അതാരെങ്കിലും ഉപയോഗിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കാണും എന്ന രീതിയിൽ പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുക. ഒന്ന്, അത് ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറക്കി വിടാനുള്ള സംവിധാനങ്ങൾ ഇന്ന് സഭയിലുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക. ഉദാഹരണത്തിന് കൂടാര യോഗങ്ങൾ വഴി എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ വീഡിയോസ് നമുക്ക് എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് ലോകം മുഴുവൻ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. സങ്കടകരമാണ്. ഏറ്റവും താഴെത്തട്ടിൽ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ സഭയിലുണ്ട്, നമ്മളത് നിർവഹിക്കുന്നില്ല. നമ്മുടെ വിശ്വാസികളിൽ അല്ലെങ്കിൽ നമ്മുടെ അൽമായ സഹോദരങ്ങളിൽ പലരും ഇതൊന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ഫോർവേഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പൊതു ട്രെൻഡാണ്. നമ്മൾ പലരും മുഴുവനും വായിക്കാറില്ല, ഫോർവേഡ് ചെയ്യുക. അതായത് ഇതൊരു ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഉത്തരവാദിത്വ ബോധം എന്നുള്ളത്, ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടാവണം. മീഡിയയുടെ ഉപയോഗത്തിൽ ഒരു ലിറ്ററസി, ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണം. കാരണം നമ്മളൊരു കടയിൽ ചെന്ന് ഒരു ഡ്രസ്സ് നമുക്കിഷ്ടമുള്ളതല്ലേ സെലക്ട് ചെയ്യുക, എല്ലാം കയറി എടുക്കുമല്ലോ. ഇവിടെ ഒരു സെലക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് വായിക്കുക. വായിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാണോ, സത്യമാണോ, ഗുണകരമാണോ എന്ന് ഒന്ന് വിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം ഫോർവേഡ് ചെയ്യുക. അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചാൽ പലതും ഫോർവേഡ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ട്രെൻഡ് മറിച്ചാണ്. പക്ഷെ പ്രോ ആക്റ്റീവ് ആവുക, എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ സത്യം കുറച്ച് പേരെങ്കിലും തിരിച്ചറിയും. തീർച്ചയായും പിതാവ് ഇത്രയും നേരം ശാലോൺ ടി വിയോട് അങ്ങ് സംസാരിക്കുകയായിരുന്നു. ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമയും അതിൻ്റെ നന്മയും ഒക്കെ അങ്ങ് പ്രഘോഷിച്ചു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.